ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പൂ. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പൂ. ആത്മനാഥനേശുവേ, ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 സ്നേഹമേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന ഹല്ലേലൂയാ 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 ആരാധന ആരാധന ആയിരം ആരാധന 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 യേശുവേ ആരാധന. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നിത്യവും നമ്മോട് കൂടെയായിരിക്കുവാൻ അവിടുന്ന് തിരുവോസ്തി രൂപനായി ഇതാ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നു. ആ ദിവ്യനാഥനെ ഒന്ന് കൺകുളിർക്കെ നോക്കിക്കൊണ്ട് ആ ദിവ്യനാഥൻ്റെ മുമ്പിൽ അല്പസമയം ശാന്തമായി ഇരുന്നു കൊണ്ട് നമുക്കൊന്നു ചേർന്ന് ആ ദിവ്യനാഥനെ പാടി മഹത്വപ്പെടുത്താം, അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. ദൈവപിതാവേ, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. യേശുവേ നാഥ, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു.
അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എന്നിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ പൊന്നു തമ്പുരാന്റെ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന നല്ലവനായ ദൈവമേ, അങ്ങേക്ക് മഹത്വം, ആരാധന, സ്തുതി, പുകഴ്ച. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയം തുറന്ന് നമുക്ക് ദൈവത്തോട് ചേർന്ന് അവിടുത്തെ മഹത്വപ്പെടുത്താം, അവിടുത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, ആരാധന, സ്തുതി, പുകഴ്ചയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതെ പ്രിയമുള്ളവരെ, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിലാണ് നാം ആയിരിക്കുക. ആ ദൈവത്തോടു കൂടെയാണ് നാം ആയിരിക്കുക. ആ വലിയ സ്നേഹം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ദൈവം കൂടെ നടക്കുന്ന, ആദിമാതാപിതാക്കന്മാരോട് കൂടെ നടക്കുന്ന ദൈവം, അവിടുന്ന് നമ്മെ സൃഷ്ടിച്ചത് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 1:26 നമ്മൾ വായിക്കുന്നു: ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മെ മനുഷ്യനെ സൃഷ്ടിച്ചു. അവിടുത്തെ സ്നേഹം, തൻ്റെ അപരിമിതമായ പരിധികളില്ലാത്ത സ്നേഹം, എന്നും നമ്മോട് കൂടെ നടക്കുന്ന ദൈവം. പ്രിയമുള്ളവരെ, എങ്കിലും പലപ്പോഴും നമ്മൾ കൂടെ നടക്കാനായി മാറി നിൽക്കുന്ന ഒരവസ്ഥ. ദൈവം നമ്മെ തേടി വരുമ്പോഴും, ദൈവം നമ്മുടെ കൂടെ നടക്കുമ്പോഴും നമ്മൾ മാറി നടക്കുന്ന, അല്ലെങ്കിൽ ആ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ നമുക്ക് നമ്മുടെ
ആത്മാവിലേക്ക്, ഹൃദയത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. ഏതവസ്ഥയിലാണ് ഞാൻ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ആ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നത്? യെശയ്യാ പ്രവാചകനിലൂടെ അവിടുന്ന് അരുളി ചെയ്യുന്നുണ്ട്. 49-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: പെറ്റമ്മയ്ക്ക് തൻ്റെ മുല കുടിക്കുന്ന കുഞ്ഞിനെ മറക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. എങ്കിലും അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അതാണ് നമ്മുടെ പൊന്നു തമ്പുരാൻ. പെറ്റമ്മ മറന്നാലും മറക്കാത്ത ആ വലിയ സ്നേഹത്തിൻ്റെ മുൻപിലാണ് നാം ആയിരിക്കുക. ആ ദിവ്യനാഥനെ നമുക്ക് നോക്കാം. എപ്പോഴും സ്നേഹിക്കുന്ന, എപ്പോഴും കൂടെ നടക്കുന്ന, നമ്മെ കൈവിടാത്ത ആ പൊന്നു തമ്പുരാൻ്റെ മുൻപിലായിരിക്കുമ്പോൾ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. എൻ്റെ ഹൃദയ വികാര വിചാരങ്ങൾ, എൻ്റെ ഉത്കണ്ഠകൾ, എൻ്റെ അസ്വസ്ഥതകൾ, എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ രോഗങ്ങൾ, എൻ്റെ എല്ലാം അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കാം. ആ ദിവ്യനാഥൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് എത്ര മറന്നാലും, എത്രയൊക്കെ തിരിഞ്ഞു നടന്നാലും കാത്തിരിക്കുന്ന, പെറ്റമ്മ മറന്നാലും മറക്കാത്ത ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ അല്പസമയം നമുക്കായിരുന്നു കൊണ്ട് അവിടുത്തോട് ചേർന്ന്, ആ സ്നേഹത്തിൽ ലയിച്ചു ചേർന്ന് നമുക്കും യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ ആ സ്നേഹത്തിൻ്റെ വലിയ മാതൃകയായി ദൈവത്തോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ വലിയ സ്നേഹത്തിൽ നമുക്കും ലയിച്ചിരിക്കാം. ആ സ്നേഹം നമുക്ക് പങ്കുവയ്ക്കാം. ആ അമ്മയുടെ സ്നേഹം, ആ ഒരു മാതൃസ്നേഹം എൻ്റെ പൊന്നു തമ്പുരാൻ എന്നിലേക്ക് ചൊരിയുമ്പോൾ അത് എന്നിലൂടെ എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ചൊരിഞ്ഞു നൽകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ അമ്മയുടെ വലിയ സ്നേഹം ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് നുകർന്നുകൊണ്ട് നമുക്കും പാടി പ്രാർത്ഥിക്കാം. പെറ്റമ്മ മറന്നാലും മറക്കാത്ത ആ വലിയ സ്നേഹത്തെ. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. എല്ലാരുമെന്നെ പിരിഞ്ഞപ്പോ ആലംബമില്ലാതലഞ്ഞപ്പോ ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. എൻ പ്രിയരെല്ലാം എന്നെ വെറുത്തു, ആഴമേറും മുറിവുകളെന്നിൽ നൽകി. ഞാൻ ചെയ്യാത്ത കുറ്റം ചുമത്തി എൻ മനസ്സിൽ ഒരുപാട് വേദനയേകി. നൊമ്പരത്താൽ എൻ്റെ ഉള്ളം പുക
ആശയിൽ തേങ്ങി. അപ്പോൾ നീ എൻ്റെ കാതിൽ പറഞ്ഞു, നിന്നെ ഞാൻ കൈവിടില്ല. അപ്പോൾ നീ എൻ്റെ കാതിൽ പറഞ്ഞു, നിന്നെ ഞാൻ കൈവിടില്ല. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. എല്ലാരുമെന്നെ പിരിഞ്ഞപ്പോ ആലംബമില്ലാതലഞ്ഞപ്പോൾ, ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ, നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ, നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. ആശ്വാസധാരയായി വന്നു. എൻ്റെ ഒറ്റപ്പെടലിൽ, എൻ്റെ ദുഃഖങ്ങളിൽ, എൻ്റെ വേദനകളിൽ, എൻ്റെ രോഗാവസ്ഥയിൽ എല്ലാം അവിടുന്ന് എൻ്റെ കൂടെയുണ്ട്. ആരൊക്കെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ആ വലിയ സ്നേഹത്തിൻ്റെ മുൻപിലാണ് നാം ആയിരിക്കുക. ആ സ്നേഹത്തിലേക്ക് നമ്മെ ചേർത്തു വയ്ക്കാം. ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്നത് പോലെ അവൻ അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുമ്പോൾ എത്രമാത്രം സുരക്ഷിതനാണോ, എത്രമാത്രം ഉത്കണ്ഠകളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് വിമുക്തനാണോ, അതിലും എത്രയോ വലിയ സ്നേഹത്തിൻ്റെ മുമ്പിലാണ് നാം ആയിരിക്കുക. പ്രിയമുള്ളവരെ, ആ ദൈവസ്നേഹത്തിലായിരിക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ വസിക്കുമ്പോൾ, അത് ആവുവോളം എനിക്ക് നുകരുവാൻ സാധിക്കുന്നുണ്ടോ? അതിന് എനിക്കെന്താണ് തടസ്സമായി നിൽക്കുന്നത്? ഒരുപക്ഷെ എൻ്റേതായ മോഹങ്ങളായിരിക്കാം, എൻ്റേതായ അമിതമായ ആഗ്രഹങ്ങളായിരിക്കാം, അത് പല വിധത്തിലായിരിക്കാം. അതെല്ലാം നമുക്ക് ഈ നിമിഷം ഓർക്കാം. എൻ്റെ ദൈവസ്നേഹത്തിൽ നിന്ന്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുന്ന ഘടകം നമുക്ക് ആത്മപരിശോധന ചെയ്യാം. എപ്പോഴും ദൈവം നമ്മെ കാത്തിരിക്കുന്നു. നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും, ദൈവസ്നേഹത്തിൽ നിന്ന് വിട്ടകലുമ്പോഴും അവിടുന്ന് കാത്തിരിക്കുന്നു. ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ ഈശോ നമുക്ക് വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട് തൻ്റെ പിതാവിൻ്റെ സ്നേഹം, കാത്തിരിക്കുന്ന സ്നേഹം. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത നമ്മൾ ദിവ്യകാരുണ്യത്തിൽ കണ്ടെത്തുന്നു. സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ആ സ്നേഹം മതി, ആ സ്നേഹം മാത്രം മതി, മറ്റൊന്നും നമുക്ക് വേണ്ട. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് ആയിരിക്കാം. നശ്വരമായ സുഖം, ഈ ലോകം വെച്ച് നീട്ടുന്ന സുഖങ്ങൾ, അതിൻ്റെ പിറകെ പോകാതെ നിത്യജീവൻ്റെ ആ വലിയ സ്നേഹം, ആ ദിവ്യകാരുണ്യം, ഓരോ ദിവ്യബലിയിലൂടെയും എന്നിലേക്ക് കടന്നു വരുന്ന, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്ന, ഞാനായി മാറുന്ന
ആ ദിവ്യനാഥൻ മാത്രം മതി. അതാണ് എൻ്റെ സമ്പത്ത്, അതാണ് എൻ്റെ എല്ലാം. ആ സ്നേഹത്തെ, ആ സമ്പത്തിനെ മുറുകെ പിടിക്കുവാൻ, അതിനോട് ചേർന്നിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് തടസ്സമായി നിൽക്കുന്നതിനെല്ലാം നമുക്ക് ഉപേക്ഷിക്കാം. ഈ നിമിഷം നമുക്കും നമ്മുടെ മനസ്സിനോട്, നമ്മുടെ ഹൃദയത്തോട് പ്രതിജ്ഞ ചെയ്യാം. എൻ്റെ ദൈവസ്നേഹത്തിൽ നിന്ന്, എൻ്റെ ദിവ്യകാരുണ്യനാഥനിൽ നിന്ന് എന്നെ അകറ്റുന്നതെല്ലാം അതെന്തുമായിക്കൊള്ളട്ടെ, അതെൻ്റെ ആരോഗ്യമാകാം, എൻ്റെ സൗന്ദര്യമാകാം, എൻ്റെ സമ്പത്താകാം, എൻ്റെ ബന്ധങ്ങളാകാം, എന്തുമായിക്കൊള്ളട്ടെ, അതെല്ലാം ഉപേക്ഷിച്ച് ആ ദിവ്യനാഥൻ്റെ കൂടെയായിരിക്കാം. എപ്പോഴും എന്നെ കാത്ത് സക്രാരിയിലായിരിക്കുന്ന ദിവ്യനാഥൻ എൻ്റെ വേദനകളിൽ, ഉത്കണ്ഠകളിൽ, എൻ്റെ വിഷമങ്ങളിൽ ആ ദിവ്യനാഥൻ്റെ മുമ്പിൽ, സക്രാരിനാഥൻ്റെ മുമ്പിലൊന്നായിരുന്നു കൊണ്ട് അവിടുത്തോട് സംസാരിക്കുവാൻ, അവിടുത്തെ സ്നേഹത്തിലായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ ജോൺ മരിയ വിയാനി പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് പോലെ, ഞാൻ കർത്താവിനെ നോക്കി, കർത്താവ് എന്നെയും നോക്കി. ആ വലിയൊരു ഹൃദയബന്ധം സക്രാരിനാഥൻ്റെ മുമ്പിൽ ആയിരുന്നുകൊണ്ട്, എൻ്റെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യനാഥൻ്റെ മുമ്പിലായിരുന്നുകൊണ്ട് ആ ദിവ്യനാഥനെ ഒന്ന് കൺകുളിർക്കെ നോക്കുവാൻ, അവിടുന്ന് സംസാരിക്കുന്നത് ശ്രദ്ധിക്കുവാൻ, എൻ്റെ ഹൃദയവികാര വിചാരങ്ങൾ അറിയുന്ന ആ പൊന്നു തമ്പുരാൻ്റെ മുമ്പിൽ എന്നെ തന്നെ സമർപ്പിച്ച് ആ സക്രാരിനാഥൻ്റെ മുമ്പിൽ ആയിരുന്നുകൊണ്ട് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. അവിടുന്ന് എൻ്റെ എല്ലാ വേദനകളും, രോഗങ്ങളും, ദുഃഖങ്ങളും, ആകുലതകളും, അസ്വസ്ഥതകളും, ഉത്കണ്ഠകളും എല്ലാം എടുത്തുമാറ്റി എന്നെ സ്വന്തമായി സ്വീകരിക്കുന്ന നിമിഷങ്ങൾ. പ്രിയമുള്ളവരെ, ആ സക്രാരിനാഥനോട്, ദിവ്യകാരുണ്യത്തോട് ചേർന്നിരിക്കാം. നമുക്കും ആ ദിവ്യനാഥനെ പാടി പുകഴ്ത്താം. എപ്പോഴും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ സ്നേഹസ്വരൂപനെ നമുക്ക് പാടി പുകഴ്ത്താം. സക്രാരി തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേ, സക്രാരി തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേ, മിത്രമായെൻ്റെ ഹൃത്താരിൽ വന്നു വാഴുവാൻ കൃപയാകണേ, വാഴുവാൻ കൃപയാകണേ. സക്രാരി തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേ, സക്രാരി തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേ. എപ്പോഴും നമ്മെ അനുഗ്രഹിക്കുന്ന, എപ്പോഴും നമ്മെ സ്നേഹിക്കുന്ന ആ പൊന്നുതമ്പുരാൻ്റെ ആശീർവാദത്തിനായി നമ്മെ തന്നെ ഒരുക്കി നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമുക്ക് അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ മഹത്വം, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ മഹത്വം, ആരാധന, സ്തുതിയും പുകഴ്ചയും ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, യേശുവേ. ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന,
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആരാധന